ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്നുള്ളതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നമ്മളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങുമ്പോൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ സൈസ്, അതായത് കോമ്പാക്ട് സൈസ് ആയിരിക്കണം. പിന്നെ അടുത്തത് ബാറ്ററി ലൈഫ്, നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടുന്ന ഒരു സ്പീക്കർ. അടുത്തത് മെയിൻ സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ മൂന്നെണ്ണം ഒരു ടിക്ക് മാർക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും. ഇൻഫിനിറ്റി ഫ്യൂസ് പിന്റ്, അതാണ് നമ്മുടെ ഈ ബ്ലൂടൂത്തിൻ്റെ പേര്. സോ അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് JBL AKGയുടെ ഒക്കെ ഒരു പാരന്റ് കമ്പനിയായ ഹാർമന്റെ ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു JBLന്റെ ഒരു സിഗ്നേച്ചർ സൗണ്ടും ഈ സ്പീക്കറിൽ നമുക്ക് കിട്ടും. ബട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത്ര ചെറിയ ബോക്സ് കാണിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇടിവെട്ട് സൗണ്ട് അങ്ങനെയൊക്കെയല്ലേ തമ്പനയിൽ കണ്ടത്. ബട്ട് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇതിന്റെ സൗണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറയുന്നത് ഈ സ്പീക്കറിനെ കുറിച്ച് എന്നുള്ളത്. അപ്പം ഇങ്ങനെ പിടിക്കുമ്പോൾ ആകെ ഒരു പാമ്പിന്റെ അത്ര വലിപ്പമേ ഉള്ളൂ. ഇപ്പോൾ ബോക്സ് തന്നെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സാധനം എത്ര ചെറുതായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്ര ചെറിയ സാധനത്തിൽ നിന്ന് അത്യാവശ്യം നല്ല സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് ദിവസമായി യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെതായ കുറച്ച് ഒപ്പീനിയൻസും ഞാൻ ഇതിന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു 700-800 ആ റേഞ്ചാണ്. ഇപ്പോൾ നിങ്ങളൊരു 900 റുപ്പീസിനൊക്കെ ആമസോണിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വാങ്ങരുത്. നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ ഇപ്പോൾ എനിക്ക് 650 റുപ്പീസിന് കിട്ടി. നല്ലൊരു ഡീലായിരുന്നു. അപ്പോൾ അതുപോലെ ലൈറ്റ്നിങ് ഡീൽസിന് നിങ്ങൾക്ക് നല്ല വില കുറവിൽ ഒരു 650-700 റുപ്പീസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡീലാണ് ഈ സ്പീക്കർ. ഒട്ടും സംസാരിച്ച് സമയം കളയുന്നില്ല. നമുക്ക് ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ാണ് നമ്മുടെ സ്പീക്കർ വരുന്നത്. കണ്ടില്ലേ, ഒരു പാമ്പിന്റെ ഉള്ളിൽ ഒതുങ്ങാവുന്ന ഒരു സ്പീക്കറാണ്. ബട്ട് ഇതിന്ന് വരുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ കിടിലനാണ്. അപ്പൊ ഞാൻ ഈ സൗണ്ട് എല്ലാം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരുന്നതായിരിക്കും. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി, പിന്നെ അതേപോലെ തന്നെ സ്പെക്സും എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബട്ട് വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുന്നതിന് മുന്നേ തന്നെ ഫുള്ള് കാണണോ, കാരണം സ്കിപ്പ് ചെയ്യേണ്ട കാണണം. അതാണ് ഞാൻ മെയിനായിട്ട് ആദ്യം എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്, ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ട കാണാം നിങ്ങൾ. ഓക്കെ, സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓൾറെഡി. അപ്പോൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ ആദ്യം തന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു റിജിഡ് ബിൽഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബേസ് വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ബട്ട് എന്നാലും നല്ലൊരു ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ടോപ്പ് സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലോത്തിങ് റാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മെഷ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് കാണുമ്പോൾ ഒരു ഗൂഗിൾ ഹോമിന്റെ ഒക്കെ ഒരു റിസംബ്ലൻസ് തോന്നും. അതേപോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എനിവേ പ്രീമിയം ഫീൽ നമുക്ക് നൽകുന്നുണ്ട് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ. പിന്നെ ഇതിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തായിട്ട് ഒരു LED ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ മൈക്കും കൊടുത്തിട്ടുണ്ട്. യെസ്, ഇതിൽ മൈക്കും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൾസ് സ്വീകരിക്കാനും പിന്നെ അതേപോലെ തന്നെ കോൾ ചെയ്യാനൊക്കെ സാധിക്കും. ഇതിന്റെ കോൾ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു കോൾ ക്വാളിറ്റിയാണ് ഇതിൽ നൽകുന്നത്. കാരണം ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ നമുക്ക് കോൾ ക്വാളിറ്റി അല്ല, നമ്മൾ പാട്ട് കേൾക്കാനും ഒക്കെയാണ് യൂസ് ചെയ്യുക. ബട്ട് എന്നാൽ പോലും ഇപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹെഡ്ഫോൺസ് ചെയ്യുന്ന നേരം ചെവിയിൽ വെച്ചിരിക്കുന്നതിനെക്കാളും നല്ലത് ഒരു സ്പീക്കർ, ഒരു ചെറിയൊരു സ്പീക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൾ ക്വാളിറ്റി എല്ലാം നന്നായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റിൽ നമ്മൾ എന്തെങ്കിലും കമാൻഡ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിസീവർ സൈഡിലാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിലും നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള വോക്കൽസ് നമുക്ക് ഇതിന്ന് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കോൾ ക്വാളിറ്റിനെ കുറിച്ചും എനിക്ക് ഒരു പരാതിയും ഇതിൽ നിന്ന് വന്നിട്ടില്ല. സോ അതും നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ താഴത്തായിട്ടൊരു ഹാൻഡ് സ്ട്രാപ്പിനുള്ള ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഹാൻഡ് സ്ട്രാപ്പ് കെട്ടി തൂക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ USB പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബോട്ടം സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫിനിറ്റി ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സൈഡിലായിട്ട് പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ, പിന്നെ അതേപോലെ തന്നെ ഇൻഫിനിറ്റി ഫ്യൂസ് പിൻ എന്നീ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇൻപുട്ട് വോൾട്ടേജ് 5 വോൾട്ടും പിന്നെ അതേപോലെ തന്നെ 0.5 ആംപിയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സെൻട്രലായിട്ടാണ് പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പവർ ബട്ടൺ മാത്രമല്ല, ഇത് പല ഫംഗ്ഷൻസും നമുക്ക് ഈ ബട്ടണിന് കൂടെ തന്നെയാണ് ചെയ്യാൻ സാധിക്കുക. ഇതിനൊന്ന് കുറച്ചു നേരം ഒരു 3 സെക്കൻഡോളം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. പിന്നെ ഇതിന് ഒന്നും കൂടി 3 സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പവർ ഓഫ് ആവും. പിന്നെ അതേപോലെ തന്നെ ഇതിന് ഗൂഗിൾ അസിസ്റ്റന്റ് നമുക്ക് ഇതൊന്ന് ട്വീക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റിനെ നിങ്ങൾക്ക് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റന്റിനെ ഒന്ന് ട്വീക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് കമാൻഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. കോൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വോളിയം കൂട്ടണമെന്നുണ്ടെങ്കിലോ അങ്ങനെ പലതിനും നമുക്ക് ഈ ബട്ടൺ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ബട്ടൺ കൊണ്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം, ഞാനിത് എൻ്റെ വിൻഡോസ് PC ലാപ്ടോപ്പിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് കോർട്ടാനേനൊക്കെ ട്വീക്ക് ചെയ്യാൻ സാധിച്ചു. സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഡബിൾ പ്രസ് ചെയ്തപ്പോൾ തന്നെ കോർട്ടാന വന്നു. അപ്പോൾ നിങ്ങളുടെ വിൻഡോസ് 10 PC ആണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇത്രയാണ് ഇതിന്റെ ഓവറോൾ സ്പെക്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈസ് വളരെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ പോക്കറ്റിലിട്ട് കൊണ്ടുപോകാനാണെങ്കിലും കയ്യിൽ പിടിച്ച് ജസ്റ്റ് തൂക്കി പിടിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഈസിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ വെയിറ്റും അത്രയ്ക്കൊന്നുമില്ല. നമുക്ക് ഇത്രയാണ് ഇതിന്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. Inside my own world of make-believe, kids screaming in the cradles, profanities. I see the world through eyes covered in ink and bleach. Cross out the ones who heard my cries and watched me weep. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. Take my eyes open to force reality. Why can't you just let me eat my weight in greed? ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയും പിന്നെ അതേപോലെ തന്നെ ലൗഡ്നെസ്സും എല്ലാം. അപ്പൊ ഇത്ര ചെറിയൊരു ഫോം ഫാക്ടറിൽ നിന്ന് ഇത്രയും വലിയൊരു സൗണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതേ പ്രൈസ് സെഗ്മെന്റിലാണ് ഏകദേശം ഇതേ പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് പറയാൻ സാധിക്കില്ല, കുറച്ചുകൂടി വില കൂടിയിട്ടാണ് MIയുടെ ഒരു സ്പീക്കർ വന്നിരിക്കുന്നത്. MI കോമ്പാക്ട് 2 എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വന്നിരിക്കുന്നത്. അതും ഏകദേശം ഇതിന്റെ സൈസ് തന്നെയാണ്. ബട്ട് എനിക്ക് അതിൽ നിന്ന് ഇതിനെ എന്തുകൊണ്ടാണ് വേർതിരിച്ച് പറയാൻ സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടി ബേസ് കൂടുതലാണ്. അപ്പോൾ ഇതിന്റെ ഡുവൽ EQ കാരണം ഇതിന്റെ ബേസ് ഞാൻ പറഞ്ഞല്ലോ, ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡുവൽ EQ മോഡിലേക്ക് സ്വിച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസ് അടിപൊളിയാണ്. കാരണം ഈ ഒരു ഫോം ഫാക്ടറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പുറമാണ് ഇതിന്റെ സൗണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ അടുത്തത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ ബാറ്ററി ലൈഫിനെ കുറിച്ചാണ്. അപ്പൊ ഞാനിത് കുറച്ച് ദിവസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറെ ഹവേഴ്സ് യൂസ് ചെയ്യുന്നില്ല, ബട്ട് എന്നാൽ പോലും ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഇപ്പൊ കണക്കാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്ര ചെറിയ ഫോം ഫാക്ടർ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരു 80% 70% വോളിയത്തിലൊക്കെയാണ് നിങ്ങൾ ഈ സ്പീക്കർ മ്യൂസിക്കോ അല്ലെങ്കിൽ മൂവീസോ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഒരു 4 hours ബാറ്ററി ബാക്കപ്പ് കിട്ടും. അല്ല നിങ്ങളൊരു 50% ഇതിന് വോളിയം വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 5 hours ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇതിന് ചാർജ് ചെയ്യാൻ വേണ്ട സമയം എന്ന് പറയാൻ ഏകദേശം 2-2.5 മണിക്കൂറാണ്. അതിനുള്ളിൽ തന്നെ ഇത് ഫുൾ ചാർജ് ആയിട്ട് കിട്ടും. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് 480 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓവറോൾ ബാറ്ററി ലൈഫും നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എന്റെ ഒപ്പീനിയൻ, അതായത് ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് എന്റെ ഒപ്പീനിയൻ എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കുറെ പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ്, പിന്നെ നിങ്ങൾക്ക് ഈ സിനിമാസൊക്കെ കാണാൻ വേണ്ടി ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബജറ്റ് ഒരു 800-നുള്ളിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ സ്പീക്കർ. കാരണം കുറെ സ്പീക്കേഴ്സ് കാണുന്നുണ്ട്, ലോക്കൽ ആയിട്ടുള്ള കുറെ സ്പീക്കേഴ്സ് 500 rupees-നും 400 rupees-നൊക്കെ. ബട്ട് അതൊന്നും അത്ര ഡ്യൂറബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സൗണ്ടിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു ഇത്തിരി വോളിയം കൂട്ടുമ്പോൾ തന്നെ ഡിസ്റ്റോർഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇതിന്റെ കേസിൽ അങ്ങനെയല്ല. ഒരു 80% 90% വോളിയം വേണമെന്നുണ്ടെങ്കിൽ 100% വോളിയത്തിൽ ഇടാണെന്നുണ്ടെങ്കിലും ചില പാട്ടുകളും ചില ഡയലോഗ്സും ഒന്നും എനിക്ക് ഡിസ്റ്റോർഷൻ അനുഭവപ്പെട്ടില്ല. സോ അതും നല്ലൊരു കാര്യം തന്നെയാണ്. നല്ലൊരു ഹൈ ക്വാളിറ്റി സ്പീക്കറാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് തന്നിരിക്കുന്നത്. സോ ഓവറോൾ ഒരു ഗുഡ് പാക്കേജ് ആണ്. നിങ്ങൾക്ക് ഇതിന് ഒരു 700 rupees, നിങ്ങൾക്ക് ഒരു 650 rupees-നൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഡീലാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് വാങ്ങാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്റെ ഒപ്പീനിയൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു 650 rupees-നൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വാങ്ങുക, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ അതിന്റെ ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ ലിങ്ക് ത്രൂ തന്നെ ഒന്ന് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.